പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന പ്രിയ മാതാപിതാക്കളെ, സുഹൃത്തുക്കളെ, സകലരുമേ, മാർച്ച് മാസം 2026 പരിശുദ്ധ അമ്മയെക്കുറിച്ചുള്ള സന്ദേശങ്ങളാണ് കൊച്ചുരശ്ശ സ്പിരിച്വൽ സെൻ്ററിലൂടെ നമ്മൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. ഇത് 10ാമത്തെ സന്ദേശമാണ്. കർമ്മലമാതാവിൻ്റെ പ്രിയമകനായിട്ടുള്ള ഞാൻ കർമ്മലമാതാവിൻ്റെ സന്ദേശമാണ് ആദ്യമായിട്ട് നൽകിയത്. തുടർന്ന് 9 സന്ദേശങ്ങൾ നൽകി. ഇത് 10ാമത്തെ സന്ദേശമാണ്. മെക്സിക്കോയിലെ ഗ്വാഡാലൂപ്പയിലെ പ്രത്യക്ഷയായിട്ടുള്ള, ഇന്നും മെക്സിക്കോ നഗരത്തെ മുഴുവനും തൻ്റെ മാധ്യസ്ഥം കൊണ്ട് അനുഗ്രഹിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന പരിശുദ്ധ അമ്മയെക്കുറിച്ച് ധ്യാനിക്കാനായിട്ടാണ് നമ്മളിന്ന് പോകുന്നത്. 1531 ഡിസംബർ 9 മുതൽ 12 വരെയുള്ള ദിവസങ്ങളിൽ പരിശുദ്ധ അമ്മ സാധാരണക്കാരിൽ സാധാരണക്കാരനായ ജുവാൻ ദിയാഗോ എന്ന് ഇംഗ്ലീഷിൽ നമുക്ക് ഉച്ചരിക്കാം എന്ന സാധാരണക്കാരിൽ സാധാരണക്കാരനായിട്ടുള്ള ഒരു ഗോത്രവംശജനായിട്ടുള്ള ഒരു വ്യക്തിയിലൂടെ മെക്സിക്കോ നഗരത്തിന് മുഴുവൻ താൻ മധ്യസ്ഥയായി തീരാനായിട്ട് ആഗ്രഹിച്ച ആ വലിയ പരിശുദ്ധമ്മയുടെ ഇടപെടലിനെ കുറിച്ച് നമ്മൾക്ക് എല്ലാവർക്കും അറിയാം. മെക്സിക്കോയിലേക്ക് കിലോമീറ്ററുകൾ താണ്ടി ദിവ്യബലിക്ക് പോയിരുന്ന ഒരു സാധാരണക്കാരൻ. ലൂക്കായുടെ സുവിശേഷം 10ാം അധ്യായം 21ാം വാക്യം നമ്മൾക്ക് ഈ നിമിഷം അനുസ്മരിക്കാം. ആ സമയം പരിശുദ്ധാത്മാവിനാൽ ആനന്ദിച്ച് ഈശോ അവൻ പറഞ്ഞു, സ്വർഗത്തിൻ്റെയും ഭൂമിയുടെയും നാഥനായ കർത്താവായ ദൈവമേ, ഞാൻ അങ്ങയെ സ്തുതിക്കുന്നു. എന്തെന്നാൽ ഇക്കാര്യങ്ങൾ അങ്ങ് വിജ്ഞാനികളിൽ നിന്നും വിവേകികളിൽ നിന്നും മറച്ചുവെച്ച് ശിശുക്കൾക്ക് വെളിപ്പെടുത്തി കൊടുത്തല്ലോ. അതെ പിതാവേ, അതായിരുന്നു അങ്ങയുടെ തിരുവിഷ്ടം. പരിശുദ്ധമ്മ ടെപ്പിയോക്കോ എന്ന കുന്നിൻ ചരിവിൽ വെച്ച് ജുവാൻ ദിയാഗോയ്ക്ക് പ്രത്യക്ഷപ്പെട്ടു പറഞ്ഞു, ഞാൻ പരിശുദ്ധ അമ്മയാണ്. നീ ഇവിടുത്തെ ബിഷപ്പിനോട് പോയി പറയണം, എനിക്ക് ഈ കുന്നിൽ ഒരു ദേവാലയം പണിയുവാനായിട്ട്. ഡോൺ ദിയാഗോയ്ക്ക് വളരെ സന്തോഷമായി. അവൻ ബിഷപ്പിൻ്റെ അരികിലേക്ക് ഓടി. ആ നിഷ്കളങ്കമായിട്ടുള്ള ഒരു മനസ്സ് പരിശുദ്ധ അമ്മ തനിക്ക് പ്രത്യക്ഷപ്പെട്ട്, ഈ കുന്നിൽ എനിക്കായിട്ടൊരു ദേവാലയം പണിയണം, ഈ നഗരത്തിന് മുഴുവൻ ഞാൻ മധ്യസ്ഥയായിരിക്കും, ഈ നഗരത്തോട് മുഴുവൻ ഞാൻ കരുണ കാണിക്കും എന്നുള്ള സന്ദേശം തന്നെ അറിയിച്ചുവെന്ന് ബിഷപ്പിനെ അറിയിച്ചു. ബിഷപ്പിന് അത് അത്ര വിശ്വസനീയമായിട്ട് തോന്നിയില്ല. കാരണം ഒരു ഗോത്രവംശജൻ, ഒരു സാധാരണക്കാരൻ. അതുകൊണ്ട് ബിഷപ്പ് അത് കാര്യമായിട്ട് പരിഗണിച്ചില്ല. അപ്പോൾ നമ്മുടെ ജുവാൻ ദിയാഗോ തിരിച്ചു പോകുന്നു. പരിശുദ്ധമ്മ കാത്തു നിൽക്കുന്നുണ്ടായിരുന്നു. ബിഷപ്പ് എന്തു പറഞ്ഞു? അപ്പോൾ നമ്മുടെ ജുവാൻ ദിയാഗോ പറഞ്ഞു, ബിഷപ്പിന് അതത്ര വിശ്വാസമായിട്ട് തോന്നിയില്ല. ബിഷപ്പ് പറഞ്ഞു, ഈ നാട്ടിലെ ഏറ്റവും സ്വാധീനമുള്ള ഒരാളെ കൊണ്ട് പരിശുദ്ധമ്മയ്ക്ക് പ്രത്യക്ഷപ്പെട്ട് പറയിപ്പിക്കാൻ പറഞ്ഞു. നമുക്കറിയാം, ഏത് കാലഘട്ടത്തിലും സമൂഹത്തിൽ സ്വാധീനമുള്ളവരും വളരെ താഴ്ന്നവരും ഉണ്ടായിരുന്നു. സ്വാധീനമുള്ളവരെന്തു പറഞ്ഞാലും ലോകം കേൾക്കും, ലോകം അതിനുവേണ്ടി ചെവി കൂർപ്പിക്കും, കാതോർക്കും. പരിശുദ്ധമ്മ പറഞ്ഞു, ഞാൻ പരിശുദ്ധമ്മയാണ് എന്ന് നീ പറയണം. വീണ്ടും ജുവാൻ ദിയാഗോ ബിഷപ്പിൻ്റെ അടുത്ത് പോയി പറഞ്ഞു, പരിശുദ്ധമ്മയാണ് എന്നെ അയച്ചതെന്ന് പരിശുദ്ധമ്മ പറയാൻ പറഞ്ഞു. അപ്പോൾ ബിഷപ്പ് പറഞ്ഞു, പരിശുദ്ധ അമ്മയാണ് നിന്നെ അയച്ചതെങ്കിൽ പരിശുദ്ധ അമ്മയോട്
നീ ഒരടയാളം ആവശ്യപ്പെടുക. ജോൺ ദിയായ്ക്ക് അതും സമ്മതമായിരുന്നു. അവൻ വീട്ടിലേക്ക് പോയി. വീട്ടിൽ ചെന്നപ്പോഴാണ് തൻ്റെ അമ്മാവന് സുഖമില്ല എന്ന് അറിയുന്നത്. അമ്മാവൻ കിടപ്പിലാണ്. അമ്മാവൻ പറഞ്ഞു, ഞാൻ മരിക്കാൻ പോവുകയാണ്, എനിക്കായിട്ടൊരു വൈദികനെ നീ കൊണ്ടുവരണം. ജോൺ ദിയാഗോ പരിശുദ്ധമ്മ കുന്നിൻ ചുവട്ടിൽ തന്നെ കാത്തു നിൽക്കുന്ന അറിയുന്നത് കൊണ്ട് മറ്റൊരു വഴിക്ക് പോയെന്നാണ് ചരിത്രം പറയുന്നത്. പക്ഷേ പരിശുദ്ധമ്മ ജോൺ ദിയാഗോയെ പിന്തുടർന്ന് ചോദിച്ചു, നീ എന്താണ് എന്നെ കാണാനായിട്ട് വരാതിരുന്നത്? അവൻ പറഞ്ഞു, അമ്മാവന് സുഖമില്ല, അമ്മാവന് വേണ്ടി ഒരു വൈദികനെ അന്വേഷിച്ച് പോവുകയാണ് ഞാൻ. പരിശുദ്ധമ്മ പറഞ്ഞു, ഞാൻ നിന്റെ അമ്മാവനെ സുഖപ്പെടുത്തുന്നു. നീ നമ്മുടെ ബിഷപ്പ് പറഞ്ഞതനുസരിച്ച് ഒരടയാളം കൊണ്ടു കാണിക്കണം. നിൻ കുന്നിൻ മുകളിലേക്ക് പോവുക, അവിടെ കാണുന്ന പൂക്കൾ പറിച്ചെടുക്കുക. ജോൺ ദിയാഗോ കുന്നിൻ മുകളിലേക്ക് പോയി. കടുത്ത മഞ്ഞിൽ ഒരിക്കലും കാണാത്ത കുറേ റോസാ പുഷ്പങ്ങൾ ജോൺ ദിയാഗോ അവിടെ കണ്ടെത്തുകയും തൻ്റെ മേൽവസ്ത്രത്തിൽ അതെല്ലാം പറിച്ചിടുകയും ചെയ്തു. പരിശുദ്ധമ്മ പറഞ്ഞു, ഈ പൂക്കളെ കൊണ്ടുപോയി ബിഷപ്പിനെ കാണിക്കുക. ജോൺ ദിയാഗോ നിഷ്കളങ്കൻ പൂക്കളുമായിട്ട് ബിഷപ്പിൻ്റെ അരികത്തേക്ക് ചെന്നു. പൂക്കളെ ബിഷപ്പിൻ്റെ മുമ്പിലിട്ടു. അപ്പോൾ ബിഷപ്പ് ഹൗസ് മുഴുവൻ വളരെ മനോഹരമായിട്ടുള്ള ഒരു സുഗന്ധം വ്യാപിച്ചു എന്ന് പറയുന്നത്. അതോടൊപ്പം ബിഷപ്പിനെ അത്ഭുതപ്പെടുത്തിക്കൊണ്ട് ആ പൂക്കളുടെ ഇടയിൽ ജോൺ ദിയാഗോയ്ക്ക് പ്രത്യക്ഷപ്പെട്ട ഗ്വാഡാലൂപ്പയിലെ പരിശുദ്ധ കന്യകയുടെ രൂപമുണ്ടായിരുന്നു. ബിഷപ്പിന് സമ്മതമായി, സന്തോഷമായി. ഇന്ന് മെക്സിക്കോയിലെ ഗ്വാഡാലൂപ്പയിലെ പരിശുദ്ധ കന്യകയുടെ ദേവാലയം ഉയർന്നു വന്നിരിക്കുന്നു. ഏകദേശം 4 മില്യൺ ജനങ്ങൾ ഓരോ വർഷവും മെക്സിക്കോയിലേക്ക് പോകുന്നുണ്ട് പരിശുദ്ധ അമ്മയെ കാണുവാനായിട്ട്. താൻ കരുണാസമ്പന്നയാണ്. താൻ തന്നെ ആശ്രയിക്കുന്നവർക്കെന്നും തുണയും സഹായവുമായിരിക്കും. അതാണ് പരിശുദ്ധ അമ്മയുടെ വാഗ്ദാനം. 1999 മെയ് 12 ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ അമേരിക്കയുടെ മുഴുവൻ മധ്യസ്ഥയായിട്ട് ഗ്വാഡാലൂപ്പയിലെ പരിശുദ്ധ അമ്മയെ എല്ലാവർക്കുമായിട്ട് കൊടുത്തു. പരിശുദ്ധ അമ്മ ഇന്നും എല്ലാവരുടെയും മധ്യസ്ഥ തന്നെയാണ്. പരിശുദ്ധമ്മ എല്ലാവർക്കും വേണ്ടി എന്നും പ്രാർത്ഥിക്കുന്നവളാണ്. നമ്മുടെ ഏകവിശ്വാസവും ഏക ഉറപ്പും പരിശുദ്ധമ്മ തന്നെയാണ്. പിതാവിനോടും പുത്രനോടും പരിശുദ്ധാത്മാവിനോടും കൂടെ സ്വർഗാരൂപിതയായ അമ്മയെക്കുറിച്ച് നമ്മൾ ധ്യാനിച്ചു. സദാ ദൈവസന്നിധിയിലിരുന്ന് നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ഒരമ്മ. ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ, വിശുദ്ധ ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ പറയുന്നത് പ്രകാരമാണ്, അവൾ സ്വർഗാരൂപിതയായി സ്വർഗത്തിലാണ് വസിക്കുന്നതെങ്കിലും ഇന്നും നമ്മുടെ ഓരോരുത്തരുടെയും വിഷമങ്ങളും പ്രയാസങ്ങളും അറിഞ്ഞ് നമ്മളെ സഹായിക്കുന്ന, പ്രാർത്ഥനയിലൂടെ സഹായിക്കുന്ന ഒരമ്മയാണ് പരിശുദ്ധ കന്യകാമറിയം. ഗ്വാഡാലൂപ്പയിലെ പരിശുദ്ധ അമ്മയ്ക്കിടെ കണ്ണുകൾക്ക് 2 നിറത്തിലുള്ള പ്രകാശങ്ങളുണ്ടെന്ന് പറയുന്നത്. നമുക്കറിയാം, മെക്സിക്കോയിൽ 2 വർഗ്ഗക്കാരുണ്ട്, വെളുത്ത വർഗ്ഗക്കാരും കറുത്ത വർഗ്ഗക്കാരും. പരിശുദ്ധമ്മ ആരെയും ഉപേക്ഷിക്കുന്നില്ല എന്നുള്ളതിൻ്റെ വസ്തുതയാണ് ഇതിലൂടെ വ്യക്തമാകുന്നത്. എല്ലാവർക്കും എല്ലാമായിട്ട്, ആർക്കും ആരെയും ദൈവം തള്ളിക്കളയുന്നില്ല എന്നുള്ള വലിയ വസ്തുതയിലേക്ക് ഇത് വിരൽ ചൂണ്ടുകയാണ്. 15-ാം നൂറ്റാണ്ട് മുതൽ മെക്സിക്കോ നഗരത്തെ വിശുദ്ധീകരിക്കാനായിട്ട് ദൈവം അയച്ച പരിശുദ്ധ കന്യകാമറിയം. പരിശുദ്ധ കന്യകാമറിയത്തെക്കുറിച്ച് നമ്മൾ ഈ ദിവസങ്ങളിലൊക്കെ ധ്യാനിക്കുമ്പോൾ അമ്മയുടെ നിരന്തരമായിട്ടുള്ള പ്രാർത്ഥനയിൽ നമ്മുടെ ലോകത്തെ നമുക്ക് സമർപ്പിക്കാം. ഈ ദിവസങ്ങളിലൊക്കെ നമ്മൾ പ്രത്യേകം ധ്യാനിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്ന ഒരു വസ്തുതയാണ് നമ്മുടെ ലോകത്ത് ഇസ്രായേലും അമേരിക്കയും ചേർന്ന് ഇറാൻ ഒരു ഭാഗത്തും ഇസ്രായേലും അമേരിക്കയും മറുഭാഗത്തുമായിട്ട് നടക്കുന്ന യുദ്ധം. ഒരുപാട് സാമ്പത്തിക കെടുതികൾ, ജീവനാശങ്ങൾ ഒക്കെ ഈ ദിവസങ്ങളിൽ സംഭവിച്ചു കൊണ്ടിരിക്കുന്നുണ്ട്. വളരെ കഷ്ടകരമായിട്ടുള്ള അവസ്ഥ. സർവോപരി നമ്മുടെ കേരളത്തിൽ നിന്നും ഇന്ത്യയിൽ നിന്നും ധാരാളമായിട്ടുള്ള ആളുകൾ വിദേശങ്ങളിൽ ജോലി ചെയ്യുന്നുണ്ട്. അപ്പോൾ
ഇപ്പോൾ കേരളത്തിലും നമ്മുടെ നാട്ടിലും ആയിരിക്കുന്ന ഓരോ മക്കളും വിദേശത്ത് ജോലി ചെയ്യുന്ന തങ്ങളുടെ കുടുംബാംഗങ്ങളെയൊക്കെ ഓർത്ത് വളരെയധികം വിഷമിക്കുന്ന ഒരു കാലഘട്ടം കൂടിയാണ്. പരിശുദ്ധ അമ്മയുടെ വലിയ മാധ്യസ്ഥം നമുക്കെപ്പോഴും അപേക്ഷിക്കാം. പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥ പ്രാർത്ഥനയാണ് എന്നും ദൈവത്തിന് ഏറ്റവും പ്രീതികരമായിട്ടുള്ളത്. ജപമാല ചൊല്ലി നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ, ജപമാലയിലൂടെ നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ, ദൈവിക രഹസ്യങ്ങളെ നമ്മൾ ധ്യാനിക്കുമ്പോൾ പരിശുദ്ധ അമ്മ തീർച്ചയായിട്ടും നമുക്ക് വേണ്ടി നിരന്തരം മാധ്യസ്ഥം വഹിച്ചുകൊണ്ടിരിക്കും. ഗ്വാദാലൂപ്പയിലെ പരിശുദ്ധ അമ്മയെ ഇന്ന് നമ്മൾ ധ്യാനിക്കുമ്പോൾ ലോകമെമ്പാടും പലതരത്തിൽ പരിശുദ്ധ അമ്മ പ്രത്യക്ഷപ്പെട്ട് അനുഗ്രഹങ്ങൾ വാരിച്ചൊരിഞ്ഞുകൊണ്ടിരിക്കുകയാണ് ദൈവത്തിൽ നിന്ന് വാങ്ങി. ദൈവത്തിൻ്റെ സന്നിധിയിൽ അത്രയ്ക്കധികം പരിശുദ്ധ അമ്മ സ്വാധീനം ചെലുത്തുന്നുണ്ട് എന്ന് നമുക്കറിയാം. കാനായിലെ കല്യാണ വിരുന്ന് നമ്മൾ എന്നും ധ്യാനിക്കുന്ന വിഷയമാണ്. 2-ാം അധ്യായം യോഹന്നാൻ്റെ സുവിശേഷം 1 മുതൽ 11 വരെയുള്ള വാക്യങ്ങൾ. അവർക്ക് വീഞ്ഞില്ല എന്ന് ആ കുടുംബത്തിൻ്റെ പ്രയാസത്തിൽ പരിശുദ്ധമ്മയാണ് ഓടി തൻ്റെ മകൻ്റെ അരികിലേക്ക് പോകുന്നത്. പരിശുദ്ധമ്മ സേവകരോട് പറയുന്നുണ്ട്, 2-ാം അധ്യായം 5-ാം വാക്യം യോഹന്നാൻ്റെ സുവിശേഷം, ഈശോ അവൻ പറയുന്നത് പോലെ ചെയ്യുക. വെള്ളം വീഞ്ഞാക്കിയ ആ വീഞ്ഞ് രുചിച്ചുകൊണ്ട് കലവറക്കാരൻ ചോദിക്കുന്നുണ്ട് മണവാളനോട്, എല്ലാവരും പുതിയ വീഞ്ഞ് ആദ്യം നൽകും, ലഹരി പിടിച്ചു കഴിയുമ്പോൾ പഴയ വീഞ്ഞും, നീ ഇതുവരെ ഈ വീഞ്ഞ് കാത്തു സൂക്ഷിച്ചുവല്ലോ എന്ന്. വീഞ്ഞിൻ്റെ രുചിക്കോ ക്വാളിറ്റിക്കോ ഗുണത്തിനോ ഒരു മാറ്റവും വരുത്താതെ വെള്ളത്തെ വീഞ്ഞാക്കുവാനായിട്ട് ഈശോയ്ക്ക് സാധിക്കുമ്പോൾ അതിൻ്റെ പിറകിൽ പരിശുദ്ധ അമ്മയുടെ വലിയ സ്വാധീനം. അനുദിന ജീവിതത്തിൽ പരിശുദ്ധ അമ്മ നമ്മൾ ഓരോരുത്തരെയും സഹായിക്കുന്നത് ഇപ്രകാരമാണ്. വിശുദ്ധ ജോൺ പോൾ II മാർപ്പാപ്പ പറയുന്നത് പോലെ, വിശുദ്ധ ഫ്രാൻസിസ് പാപ്പ പറയുന്നത് പോലെ, പരിശുദ്ധമ്മ നമ്മെ ഓരോരുത്തരെയും കൈപിടിച്ച് ദൈവസന്നിധിയിലേക്ക്, ഈശോയുടെ സന്നിധിയിലേക്ക് നയിക്കും. എന്നിട്ട് പറയും, അവൻ പറയുന്നത് പോലെ ചെയ്യുക. നമ്മളും അനുദിന ജീവിതത്തിൽ ഈശോയെ പറയുന്നത് ജീവിതത്തിൽ ഭാഗമാക്കുവാനായിട്ട് നമുക്ക് ശ്രമിക്കാം. ദിവ്യബലികളിലൂടെ, നമ്മുടെ അനുദിന പ്രാർത്ഥനകളിലൂടെ, സർവോപരി ജപമാല പ്രാർത്ഥനയിലൂടെ പരിശുദ്ധ അമ്മയുടെ വലിയ മാധ്യസ്ഥം നമുക്കെപ്പോഴും അപേക്ഷിക്കാം. അപേക്ഷിച്ചാൽ ഉപേക്ഷിക്കാത്തവളായ പരിശുദ്ധ അമ്മ മെക്സിക്കോയിൽ പ്രത്യക്ഷപ്പെട്ട് മെക്സിക്കോ നഗരത്തെ, അമേരിക്കയെ മുഴുവൻ ഇന്ന് പ്രാർത്ഥനയാൽ സഹായിക്കുന്ന പരിശുദ്ധ അമ്മയുടെ വലിയ മാധ്യസ്ഥം എന്നും എപ്പോഴും നമുക്കും അപേക്ഷിക്കാം. നമ്മുടെ അനുദിന ജീവിതത്തിൽ പരിശുദ്ധ അമ്മ നമുക്ക് നൽകിക്കൊണ്ടിരിക്കുന്ന, തൻ്റെ പ്രാർത്ഥനകളിലൂടെ നമുക്ക് നൽകിക്കൊണ്ടിരിക്കുന്ന അനുഗ്രഹങ്ങളെ നമുക്കെന്നും ഓർക്കാം. ഈശോയുടെ പിതാവിനോട് പരിശുദ്ധാത്മാവിലൂടെ പരിശുദ്ധ അമ്മ എപ്പോഴും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്. നമുക്ക്, നമ്മുടെ കുടുംബങ്ങൾക്ക്, നമ്മുടെ മക്കൾക്ക്, പ്രത്യേകിച്ച് വേദന അനുഭവിക്കുന്ന ഓരോ മക്കൾക്കും വേണ്ടി, വിവാഹ ബന്ധങ്ങളുടെ വേർപാട് മൂലം ഭാര്യാഭർത്തൃ ബന്ധങ്ങൾ തകർന്ന കുടുംബങ്ങളിൽ നമ്മൾ പ്രത്യേകമായിട്ട് ഓർത്തു പ്രാർത്ഥിക്കാം. പരിശുദ്ധ അമ്മയെപ്പോലെ, വിശുദ്ധ ഔസേപ്പിതാവിനെ പോലെ, ഉണ്ണീശോയെപ്പോലെ തിരുക്കുടുംബത്തിൻ്റെ മാതൃകയിൽ ജീവിക്കുവാനായിട്ട് ഓരോ കുടുംബങ്ങളെയും പ്രത്യേകം നമുക്ക് പരിശുദ്ധ അമ്മയുടെ വലിയ മധ്യസ്ഥതയിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. ദൈവം പുത്രൻ വഴി പരിശുദ്ധാത്മാവിലൂടെ പരിശുദ്ധ അമ്മയുടെ പ്രാർത്ഥന വഴി നമ്മളെപ്പോഴും അനുഗ്രഹിക്കട്ടെ, പ്രാർത്ഥിക്കട്ടെ എന്ന് വീണ്ടും വീണ്ടും പ്രാർത്ഥിക്കുന്നു. സർവശക്തനായ ദൈവം, പിതാവും പുത്രനും പരിശുദ്ധാത്മാവും നിങ്ങളെ സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ. ആമേൻ. പരിശുദ്ധ അമ്മേ, മെക്സിക്കോയിൽ ഗ്വാദാലൂപ്പയിൽ പ്രത്യക്ഷപ്പെട്ട് അനുദിനം സഹായിച്ചുകൊണ്ടിരിക്കുന്ന പരിശുദ്ധ അമ്മേ, ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും മാധ്യസ്ഥം വഹിച്ച് പ്രാർത്ഥിക്കണമേ.